തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ കാളനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കുന്ന ടൈം ഇതാണ്. കാരണം എപ്പോഴും നമുക്കറിയാം മലയാളികൾക്ക് ഓണം പൂർണ്ണമാണെങ്കിൽ മിൽമയുടെ വിഭവം ഇല്ലാതെ മലയാളിക്ക് ഓണമില്ല എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും പോവില്ല. ഒരു പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നെയ്യാണ് എന്നുള്ളതാണ്. ദോശയിൽ തുടങ്ങും അങ്ങോട്ട്, ചോറിലും വേണം, ദോശയിലും വേണം. അതെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ കാളനെ കുറച്ചുകൂടി സ്പെഷ്യൽ ആക്കുന്നത് മിൽമ തൈരിലൂടെയാണ്. നമുക്കറിയാം കാളന്റെ പൂർണ്ണത്തിലേക്ക് എത്തുന്നതും അതിന്റെ ഒരു ആ കുറുക്ക് രൂപത്തിൽ ടേസ്റ്റിലാക്കുന്നതും ശരിക്കും മിൽമ തൈരിലൂടെയാണ്. ആ തൈര് തന്നെ മിൽമയ്ക്ക് 3 തരമുണ്ട് അല്ലെ, പുളിയില്ലാത്തതും പുളിയുള്ളതും. പക്ഷെ നമുക്ക് കുറച്ചുകൂടി അധികം പുളിയില്ലാത്തതുകൊണ്ട് അതിന്റെ തന്നെ ഒരു സ്ലിം വേർഷൻ ഉണ്ട് ശരിക്കും. അപ്പൊ അത്തരത്തിൽ നമ്മുടെ മിൽമ നമുക്ക് അധികം പുളി വേണ്ട, എന്നാൽ കുറച്ചൊക്കെ പുളി ആവാം എന്ന് നമുക്കിഷ്ടമുള്ള നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ചാണ് മിൽമ തൈര് മലയാളികൾക്ക് വേണ്ടിയിട്ടതാ ഈ ഒരു സ്ലിം വേർഷൻ ഇറക്കിയിട്ടുള്ളത്. നിങ്ങളുടെ പാക്കിൽ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പൊ തൈരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആവശ്യത്തിന് തൈര് ഇതിന്റെ പാകമായിട്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ പെട്ടെന്ന് ഒഴിക്കട്ടെ. നമ്മുടെ ഓണം നമ്മുടെ മിൽമ.